ഞാനിപ്പോൾ ഒരാളെ പരിചയപ്പെടുത്തരാം. മൂപ്പര് പല്ലശ്ശന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റും കൂടിയിട്ടാണ്. പേര് പൊന്നൻകുട്ടി. കഴിഞ്ഞ ദിവസം എല്ലാ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിൽ വന്ന് വായിച്ചിട്ട് പലരും തെറ്റിദ്ധരിച്ചവരാണ്. അതിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ് പൊന്നേട്ടനെ പോലെയുള്ള എന്നെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ. അതിന് ഫോർവേഡ് ചെയ്ത് ഷെയർ ചെയ്ത ഒരുപാട് അതിന്റെ ഏതോ ഒരു സൈഡ് മൂലയ്ക്ക് അവര് ചെറുതായിട്ട് അതൊരു പരസ്യമാണ്, അതൊരു യൂണിവേഴ്സിറ്റിയുടെ പരസ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ശരിയായ ഒരു പരിപാടിയല്ലല്ലോ. നിങ്ങളെ വിശ്വസിച്ചിട്ട് വർഷങ്ങളായിട്ട് നിങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ വായിക്കാൻ വേണ്ടി, സത്യസന്ധമായ വാർത്തകൾ വായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് രാവിലെ നിങ്ങൾ പത്രം തെരഞ്ഞെടുത്തിരിക്കുന്നത്. 2016 ഒരു സുപ്രഭാതത്തിൽ ഇതുപോലൊരു സർക്കാർ ഈ നോട്ട് നിരോധനം നടപ്പാക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് ഇന്നലെ വന്ന ആ പത്രവാർത്ത കണ്ടിട്ട് അത് സത്യം സംഭവിക്കാം. കാരണം ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ ഇന്നലെ വന്ന പത്രപരസ്യവും സത്യമാണെന്ന് കരുതി. അതിൽ ഒരു പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ പൊന്നേട്ടൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തെ കുറിച്ച് പൊന്നേട്ടൻ തന്നെ പറയും. ഞാൻ 30 വർഷമായി ഈ പത്രം കൃത്യമായിട്ട് വരുത്തുന്ന ഒരാളാണ്. പക്ഷെ ഇത്തരത്തിൽ ഞാനിപ്പോൾ 1 മണിക്കൂർ നേരം കാലത്ത് ഇതിനു വേണ്ടി ചെലവഴിക്കാറുണ്ട്. ഈ പത്രം വായിക്കാനായിട്ട് 1 മണിക്കൂർ നേരം ഇതിനു വേണ്ടി ചെലവഴിക്കാറുണ്ട്. ഇതിൽ കണ്ട ഈ വാർത്ത ഇത് ഫേക്കാണ് അല്ലെങ്കിൽ സാങ്കല്പികമാണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. ഈ വാർത്ത എനിക്ക് അത്രത്തോളം വേണ്ടപ്പെട്ട 1-2 ആൾക്കാർക്ക് ഞാനിത് ഷെയർ ചെയ്യുകയും ചെയ്തു. ഈ ആകെ അങ്കലാപ്പിലായി. കാരണം ഞാനൊരു വ്യാപാരം ചെയ്യുന്ന ഒരു വ്യാപാരിയാണ്. ഈ പെട്ടെന്ന് ഒരു 15 ദിവസത്തിനകം ഈ നോട്ട് നിരോധനം പോലെ ഈ കറൻസി പൂർണ്ണമായി ഇല്ലാതാകുന്ന ഒരു സാഹചര്യം അത് പത്രത്തിലൂടെ കണ്ടപ്പോൾ വലിയ ഒരു പ്രതിഷേധം എനിക്ക് മാനസികമായിട്ട് ഒരു തോന്നി. അതിനോടനുബന്ധിച്ച് 1 മാസത്തേക്ക് പത്രം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. പത്രം വേണ്ടാന്ന് എനിക്ക് പത്രം ഇടുന്ന ആളോട് ഇന്ന് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. പത്രം 1 മാസത്തേക്ക് ഉപേക്ഷിക്കുകയാണ്. പത്രമാധ്യമത്തിന്റെ ഈ ധർമ്മം ഇങ്ങനെയാണെങ്കിൽ പത്രം വായിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അതാണ് എൻ്റെ തീരുമാനം. സ്വാഭാവികമായിട്ടും ഈ 2025-24 കഴിഞ്ഞല്ലോ, 25 പത്രങ്ങൾ വായിക്കുന്ന വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമാണ്. അതും മുതിർന്ന പൊന്നേട്ടനെ പോലുള്ള ആൾക്കാരാണ് കൂടുതലും ഇപ്പോൾ പത്രം വായിക്കുന്നത്. ഇപ്പൊ എല്ലാവരും മൊബൈലാണ്. മൊബൈലിലൂടെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയ അധിക കാലം ഇല്ലാതെ തന്നെ കമ്പനികൾ പൂട്ടിപ്പോട്ട് വരും. പത്രം പൂർണ്ണമായിട്ടും വരും. കാരണം നിങ്ങളെ എന്ത് വിശ്വസിച്ചിട്ട് നിങ്ങളുടെ പത്രം വരുത്തി നമ്മൾ വായിക്കേണ്ടി വരും. പത്രങ്ങളിൽ നിന്ന് ജനങ്ങൾ അകന്നു പോകും. ആ ഒരു സാമ്പത്തികം മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്കാവാം, കുഴപ്പമില്ല.